ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചലഞ്ച് അല്ലേ, ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. പച്ച കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ്. അതായത് ഇന്നത്തെ ദിവസം മൊത്തം 24 മണിക്കൂർ നമ്മൾ പച്ച ഫുഡ് മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ലഞ്ച്, ഡിന്നർ, വൈകിട്ട് സ്നാക്ക് കഴിക്കുന്നെങ്കിൽ അത് എല്ലാം പച്ച നിറത്തിലുള്ള ആഹാരം മാത്രം. അതെ, അതുകൊണ്ടല്ലേ ഇത് പച്ച കളർ ഇട്ടുകൊണ്ട് വന്നേക്കുന്ന. എന്റെ പച്ച, അമ്മയുടെ പച്ച വേറെ, അമ്മ മയിലിന്റെ കളറ് ഇല്ലേ, വേറൊരു സൈസ്. കുഴപ്പമില്ല, പച്ചയാണ്. എന്റേത് ലൈറ്റ് പച്ച കേട്ടോ. ആ കുഴപ്പമില്ല, ഒരു വെറൈറ്റി അല്ലേ, സാധാ രീതിയിൽ ഇന്നൊരു വെറൈറ്റി ആയിട്ട്. എല്ലാം അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഞാൻ ഒന്നിലും ഇടപെടത്തില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് പച്ച നിറത്തി പറഞ്ഞ ലാസ്റ്റ്. ഞാൻ ഇപ്പൊ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഉച്ചയാകുവാണല്ലോ അമ്മ, എന്തൊരു വെയില്. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ, തുടങ്ങിയാലോ? നമുക്ക് ഫസ്റ്റ് എന്തിനാ ഉണ്ടാക്കുന്ന? ഫസ്റ്റ് ഇഡലി ഉണ്ടാകാം. പച്ച കളർ എങ്ങനെ ആക്കും നമ്മള്? ഇതിനിപ്പോ നമുക്ക് എന്തുവാ ഇത് ഇടുന്ന, ഒരു കാര്യം ചെയ്യാം. ഓല വേണ്ട, മുരിങ്ങയില നിപ്പുണ്ട്, മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതിനെ അതി ഒഴിക്കാം. അതിന്റെ നീരെടുത്ത് ഒഴിക്കാം, അപ്പൊ പച്ച കളറാവും. നമുക്ക് മുരിങ്ങയില പറിച്ചിട്ട് അത് നീരാക്കിയിട്ട് നമുക്ക് പിന്നെ മാവിനകത്ത് ഒഴിച്ച് ഇഡലി ഉണ്ടാക്കാം അല്ലേ. ചട്നി ഇതുണ്ടല്ലോ മല്ലിയില, അത് വെച്ചുണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാം. നമുക്ക് പച്ച കഴിച്ചാ പോരെ. പച്ച കളറേ ആയാൽ മതി. അത് എങ്ങനെയെങ്കിലും ഞാനേറ്റ്, അമ്മ ഏറ്റ് ഫുള്ള്, അമ്മയുണ്ട കുക്കർ. ഓക്കെ, നമുക്ക് മുരിങ്ങയില ഉറിക്കാം. ഈ മുരിങ്ങയില ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. ആന്റി ഓക്സിഡൻസ്, കാർബോഹൈഡ്രേറ്റ് പോലുള്ള വലിയ വാതകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒന്നും അറിഞ്ഞൂടല്ലേ. അമ്മയുടെ ബോഡി കടത്തി. മുരിങ്ങയ്ക്ക ഉണ്ടോ അതിനകത്ത്? മുരിങ്ങയ്ക്ക സൂപ്പറാ. ഇത്ര മതി തോന്നല്ലേ. ഇത് നമുക്ക് തോരനും ഉണ്ടാക്കിക്കൂടെ? തോരൻ വെക്കാം, ഇലത്തോരനും ആക്കാം. വേണേ തേങ്ങ പഴുത്തേക്ക് നോക്കിയാണ്. പച്ചച്ചമ്മന്തി അരച്ചു തരാം. പച്ചച്ചമ്മന്തി അരച്ചു തരാം. ഇത് കയറി തേങ്ങ അടക്കുന്ന തേങ്ങ അതൊക്കെ പേടും. പേട്ട് തേങ്ങയാ മൊത്തം. എന്തരാവും, വയറ്റിന് പിടിക്കും ഇതൊക്കെ. എടാ, മുരിങ്ങയില പിന്നെ ദോഷമുള്ള സാധനമല്ല. ഇത് മാവിലൊക്കെ ഒഴിക്കും. ഇങ്ങനെ മാവിലിപ്പോ എന്താ നമ്മള് ചോറിന്റെ കൂടെ കഴിക്കുന്നില്ലേ ചീരത്തോരനൊക്കെ. ഇത് അരച്ചെടുത്ത് കേട്ടോ, ഒരു കളറി ആയിട്ടുള്ളൂ. നല്ല പച്ച കളറമാ. ഇത്ര മതി, കുറച്ച് മാവേ ഉള്ളു കേട്ടോ. ഒരു 3-4 ഇഡലിക്കുള്ള മാവേ ഉള്ളൂ. നമ്മള് രണ്ടുപേരേ ഉള്ളൂ. സെറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ദോശയും ചൂടാൻ വേണേ. ദോശയെങ്കിൽ ദോശ, ഇഡലിയെങ്കിൽ ഇഡലി. ഇനി നമുക്ക് ചൂടാ. ഇത് ഐസ്ക്രീം. അന്നാ തിന്നോ, കോരി കുടി. ഹാപ്പി ഇതാ കിടക്കുന്ന. നമുക്ക് ഹാപ്പിയെ പിടിച്ച് പെയിന്റ് അടിച്ചാലോ? പച്ച കളർ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത്. നിനക്ക് എന്തൊരു വേണോന്ന് പറഞ്ഞു. നിനക്ക് പച്ച കളർ ഇഡലി വേണോ? പച്ച കളർ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കി തരുമോ? ഈ മുരിങ്ങയില കൊണ്ട് അരച്ചടിച്ച് ചോറ് കൊള്ള. ഇതിൽ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി. ഇതിന്റെ മണ്ടയിലെ കുറച്ച് ഇലയും കൂടെ ഇട്. മുരിങ്ങയില ഇല സെറ്റ്. ഈ പച്ച കളറിൽ ചായ ഇട്ട് തരാൻ പറ്റുമോ? പച്ച കളറിൽ ചായ ആലോചിക്കട്ട്. പറ്റുമായിരിക്കും. മല്ലിയില ഇട്ടാ മതിയായിരിക്കും. പാലിനകത്ത് നമുക്ക് മുരിങ്ങയില അരച്ചൊഴിക്കാം. വല്ല വിഷമുള്ള പിരിയോ പാലിന്റെ അകത്ത്? ഇല്ല, മുരിങ്ങയില എല്ലാത്തിനും നല്ലതെന്നല്ലേ അമ്മ പറഞ്ഞ. അപ്പൊ ചായയിൽ ഒഴിക്കാം. അപ്പൊ ചായ ഇടാം കേട്ടോ നമുക്ക്. അച്ഛൻ വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ പച്ച വായിക്കൂടെ പതയം വന്ന് ഇവിടെ കിടക്കും. അത് അമ്മ ഉണ്ടാക്കി തരുന്ന. അച്ഛൻ അറിഞ്ഞ പോലും ഇല്ല. കാന്താരിയും ഉള്ളി, മല്ലിയിലയും തേങ്ങയും കൂടെ ചമ്മന്തി അരക്കുള്ള സാധനമൊക്കെ ഇട്ട് കേട്ടോ. പച്ചക്കളർ വരും. ഇതൊക്കെ എന്തെല്ലാം സൈസ് വെറൈറ്റി ചലഞ്ചാന്ന് ആലോചിക്കണേ. പച്ചക്കളർ ഒരു ദിവസം മൊത്തം പച്ചക്കളറിൽ കഴിക്കുക, പിറ്റേ ദിവസം പച്ചക്കളറിൽ പോവാ. സൂപ്പർ. നിങ്ങൾ എല്ലാരും വീട്ടിൽ ഇതുപോലത്തെ ചലഞ്ചുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കണം അല്ലേ? അതും പച്ചയായി. ചായ ഉണ്ടാക്കുക കേട്ടോ. ഇതുവല്ല നടക്കൂ. ഇത് മിക്കവാറും കയ്യിൽ നിന്ന് പോകുന്നോ. നമ്മൾ വേണ്ട മുരിങ്ങയില അരച്ചെടുത്തിട്ടുണ്ട്. എനിക്കും വെട്ട, ഇവർക്കും വെട്ട. തേയില ഇടണോ? തേയില വേണ്ട, പാലിനകത്ത് ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. പച്ച കളറായി. ഒരുമാതിരി മണം. ഇതൊക്കെ കുടിച്ചിട്ട് തീരുവാന്നെ നമ്മൾ രണ്ടുപേരും തീരും. ശരി, അപ്പൊ തീരുവെന്ന് അറിയല്ലേ? ഈ വീഡിയോ ആരും ഇടുവെന്നുള്ളത് അറിയത്തില്ല. ഇതൊന്നും ആരും പരീക്ഷിക്കില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് വട്ട. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും ആരും പരീക്ഷിക്കണ്ട. ഇത് നമ്മൾ ചുമ്മാ വെറുതെ ഒരു രസത്തിന് ചെയ്യുന്ന കേട്ടോ. ചലഞ്ച് നടത്തിയ അമ്മയും മോനും അന്തരിച്ചു. ചടയമംഗലം സ്വദേശികൾ. ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എല്ലാ സാധനവും റെഡിയാണ്. നമുക്ക് കഴിക്കാം. എന്തൊക്കെയാ ഇരിക്കുന്നേ?
ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇഡലി ഉണ്ട്, ഇഡലിക്ക് കഴിക്കാനായിട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്, പിന്നെ റോബസ്റ്റ് പഴം, കിവി, മുന്തിരിങ്ങ, മുരിങ്ങയില ഇട്ട ചായ എല്ലാം സെറ്റാണ്. കഴിച്ചാലോ? കഴിക്കാം. ഇഡലിയുടെ മണം നോക്കാം. മുരിങ്ങയിലയുടെ ഫുള്ള് മുരിങ്ങയിലയുടെ മണം. ഇതിനോ ഇതെങ്ങനെ കഴിക്കും? മുരിങ്ങയില മരം വരെ ഒടിച്ചളയാൻ തോന്നുന്നു. കണ്ടോ എന്റെ ഫോണ് കണ്ടോ? ഫോൺ വരെ പച്ചയാ. നോക്കൂ, ഇങ്ങനെയൊക്കെ കേട്ടോ ഇരിക്കുന്നേ. കഴിക്കാവേ? കൊള്ളാം, കുഴപ്പമില്ലല്ലേ? ചമ്മന്തി മുക്കി തിന്നു. ഈ ചമ്മന്തിയിലോട്ട് അങ്ങോട്ട് മുക്കി. വികാരമൊന്നുമില്ല, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് ഇല്ല, ചമ്മന്തി ഒരു ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഇല്ല. പിന്നെ തിന്നാം. ശരീരത്തിന് ദോഷമുള്ള സാധനമൊന്നും അല്ല. രാവിലെ കഴിക്കുമ്പോൾ അറിയാം ദോഷം ഉണ്ടോ ഇല്ലേന്ന്. അച്ഛയില്ലാത്തത് ഭാഗ്യം. ഇങ്ങനത്തേക്ക് ഉണ്ടാക്കി കൊടുത്ത് തലയിൽ ആട്ടുകല്ലെടുത്തിടും. വൈകിട്ട് ഞാൻ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കട്ടോ. ഡിന്നർ ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ ഉച്ചയ്ക്ക് ലഞ്ച് കൂടെ ഉണ്ടാക്കും. ഡിന്നർ ഞാൻ വെറൈറ്റി ഒരു സാധനം പിടിക്കും. അച്ഛൻ വന്നാലും ഇത് തന്നെ ഉള്ളത്. ഇനി ഇഡലി ഇല്ല, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ളൂ. നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. ഇനി പാല് കുടിച്ചു പോകാം. അമ്മ പാല് ടേസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ ആദ്യം ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ. നമ്മള് ഒന്നും പാഴിക്കളയരുത്, കുടിക്കണം. ഇന്ന് എന്നെ കൊണ്ട് ഈ പച്ച ഫുഡ് ഉണ്ടാക്കിച്ചിട്ട് ഒരു സാധനം പാഴിക്കളയാൻ പറ്റൂല, കുടിച്ചേ പറ്റൂ. എനിക്ക് എന്തോത്തിന്റെ കേടായിരുന്നു. രാവിലെ ഓരോ കഴപ്പ് പോയിട്ട് വരും ഞാൻ. ഒറ്റ മോന്തിനം കുടിക്കാല്ലേ. സ്മെല്ലെടുത്താലേ വാളൊക്കെ വരും. ഇല അടിയിൽ. ഗുഡ് ബോയ്. ഇനി നമ്മ കിവി എന്നാ കിവി. നല്ല പഴുത്ത കിവി. കിവി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വെറും സാധനം ഉണ്ടാക്കിയല്ലോ. കിവി ചുട്ടാലോ നമുക്ക്? അതൊന്നും എനിക്കറിയത്തില്ല. റോബസ്റ്റ് പഴം ഒട്ടിച്ചു വെച്ചേക്കണം. വെച്ചേക്കൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, തിന്നാൻ കൊണ്ടു. ഇനി ലഞ്ചിന് എന്തിനാ ഉണ്ടാക്കുന്നത് നമ്മള്? ലഞ്ചിന് ചേമ്പല വെപ്പുണ്ട്. ഇനി അടുത്ത കോണാക്രിയേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തള്ളയും മോനൂടെ. എനിക്ക് മറ്റേ കഴിച്ചത് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് വയറ്റിന് ഒരുമാതിരി ആണ്. ആവശ്യമില്ലാത്ത സാധനമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്ന് കൊല്ലാൻ നോക്കുവാന്ന് തോന്നുന്നു എന്നെ. മുരിങ്ങയിലിട്ട് ഇനി എന്തിനാ ഉണ്ടാക്കാൻ പോന്ന? ഇനി എന്തൊരു വേണോ നിനക്ക്? ചീരത്തോരൻ. ഇനി എന്തൊരു വേണം നിനക്ക്? വാഴയില തോരൻ. വാഴയില് കപ്പത്തണ്ടൊന്നും വേണ്ട. കപ്പത്തണ്ടൊക്കെ ഇളകും. കപ്പത്തണ്ട് ഗുണമുള്ള സാധനം. നിങ്ങൾക്ക് എല്ലാം ഗുണമുള്ളതാ, എനിക്ക് അത്ര ഗുണമുള്ളതല്ല. കപ്പത്തണ്ട് പൊരിച്ചു തരാം അമ്മയ്ക്ക്, തിന്നു. ഓ അമ്മയ്ക്ക് ഞാൻ കപ്പത്തണ്ട് പറിച്ചു തരാം. അമ്മ തിന്നണേ, ഞാൻ പൊരിച്ചു തരാം. ഒരു 3 മണിയാകുമ്പോഴത്തേനും അമ്മ അടിച്ചില്ല തോട്ടത്തിലോട്ട് കൊണ്ട് കെട്ടും. അവിടെ നിന്ന് മേഞ്ഞിട്ടൊക്കെ വന്നാൽ മതി അമ്മ. ഇനി ഈ ചേമ്പല കുറച്ച് നമുക്ക് തോരൻ വെക്കാം. ഇത് തോരൻ വെക്കുന്ന ചേമ്പലയാണേ. പിന്നെ മറ്റേ തോട്ടിന്റെ സൈഡിലൊക്കെ ചൊറിയുന്ന ചേമ്പല ഉണ്ട് കേട്ടോ, അത് പറിച്ച് വെക്കല്ലേ, തൊള്ളയൊക്കെ കീറിയിരിക്കും. ഓ ആട്ടുകുട്ടി അമ്മ തോണ്ടേ. നമുക്ക് കുറച്ച് ആട്ടുകുട്ടീനെ മേടിച്ചാലോ? മന്തി അടിക്കാം, ഫുൾ മന്തി. പച്ചക്കളറി എങ്ങനെ ഉണ്ടാക്കും? പച്ചക്കളറി മല്ലിയില ഇട്ടാ പോരെ? നമുക്ക് എന്തിന്റെ കേടാ? എനിക്കറിയത്തില്ല എന്തിന്റെ കേടാന്ന്. കത്തിക്കട്ടാ, കത്തിക്ക്. പച്ചച്ചോറ് ഇത് നമ്മള് വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. പിന്നെ ഇലയിലായോണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞ ഇടണം, അല്ലെങ്കിൽ ഇളകും. കടുപൊട്ടിച്ചു. പെട്ടെന്നാകാം കേട്ടോ. സമയം ഏതാണ്ട് 1 മണിയാണ്ടായി ഇല്ലമ്മ? 1 മണി കഴിഞ്ഞു. കുറച്ച് ഉപ്പ്. ഇനി ആ സാധനം ഇട്. ഇച്ചിരി ഇല വാടട്ട്. അതൊക്കെ അങ്ങ് വാടിക്കോളും. ഇത് എന്തൊക്കെ ഇട്ട നമ്മള് തേങ്ങക്കകത്ത്? ഇതിനകത്ത് പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി. ചോറ് തട്ട. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, കുറച്ച് ചോറ് എടുത്തോളൂ.
പണ്ട് പട്ടിക്കൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുമായിരുന്നു. ആ അത് ഓർമ്മ വരുന്നു. കുട്ടൂനിങ്ങനെ ചോറിട്ട് ഇളക്കുന്നു. മതി, ഇനി നമുക്ക് എന്തെങ്കിലും കുടിക്കാനും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കാം. സംഭാരം ഉണ്ടാക്കാം. മല്ലിയിലൊക്കെ ഇട്ടേ. ഏട്ടാ ഞാൻ പയറ് മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇതുകൂടെ തോരൻ വെക്കണേ. സൂപ്പർ വെച്ച. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഹാപ്പിയേ ദേണ്ടേ പച്ചച്ചോറുണ്ട്, വേണോ? ഞാൻ ആരാ ഏട്ടാ? ചോറാണോ? ഹാപ്പി ഇവിടെ ഒന്ന് നോക്കിയിരിപ്പുണ്ട്, അവനെ തിന്നാൻ പറ്റില്ല. ഹാപ്പിക്ക് പിന്നെ തരാം, ആദ്യം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട പച്ചയില ചോറ് വേണ്ട, ഇതുണ്ട് പയറുതോരനും ഉണ്ട് കേട്ടോ. എന്നിട്ട് കൊള്ളാവോ? അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. തോരൻ നമ്മൾ വെക്കുന്നതല്ലേ, അതിൻ്റെ കൂടെ പിന്നെ ചോറും കൂടെ ഇട്ടല്ലേ നമ്മൾ ഇളക്കി തിന്നുന്ന. ഒക്കെ ഒരു കാന്താരിയൊക്കെ ഉണ്ട്, പച്ച കാന്താരി. ഇച്ചിരി ചോറും പയറും. ഒരു കാന്താരിയുടെ കഴിക്കാം. ഇന്നത്തെ ഫുഡ് ഫുള്ള് ഓർഗാനിക്കാ. ഇലയും കൊലയൊക്കെ മൊത്തം തിന്നത് ഫുൾ ഓർഗാനിക്. പച്ചപ്പയർ, കുടിക്കാൻ പച്ച സംഭാരം. എന്തോ വേണം, എനിക്ക് വയ്യ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടത്? അതിനകത്ത് മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും. അടിപൊളി. മുരിങ്ങയില ഇട്ടല്ലത്. ഇപ്പോഴത്തെ ഫുഡിൽ നമ്മൾ ഒന്നിലും മുരിങ്ങയില ഇല്ല, രാവിലത്തതേ ഉള്ളൂ. ഹേ ഗൈസ്, പിതാജി അവർകൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഞങ്ങള് രാവിലെ തൊട്ട് ബിസിയാ. ഞങ്ങളിത് എന്തോ ചെയ്തതെന്നറിയാമോ? ഞങ്ങളിത് പച്ച കളർ കൊണ്ടുവന്നോണ്ടിരിക്കുക രാവിലെ തൊട്ട്. ഇനി രാവിലെ എനിക്ക് ബന്ധരാകുമെന്ന് അറിയത്തില്ല. ഇനി അപ്പി പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണം. എനിക്കറിയത്തില്ല എന്തൊക്കെയാ തിന്നേ. അത്താഴത്തിന് അച്ഛനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഡിന്നറിനുള്ള പരിപാടി നോക്കാം. സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴേ തുടങ്ങിയാലേ രാത്രി ആകുമ്പോഴത്തേന് തീരത്തുള്ളൂ. മമ്മേ, everything is ready? Okay, ready. Ready for cooking? Lemon. This is yellow lemon. Lemon is cutting this piece. Cutting it, piecing. Come on. Chickening, piecing. Yeah, we are going to piecing the lemon or that chicken. Where is daddy? Shirt. This is also green shirt. Green shirt. Green shirt ആണിത്. Green shirt no. No. Oh yeah. Yes, come. Come to Bhumukam. Come. മഞ്ഞപ്പൊടി ഇച്ചിരി ഇടല്ലേ? Little bit. కొంచెం. അരച്ചോ? മസാലയൊക്കെ അമ്മ അരച്ച് റെഡിയാക്കി വെച്ചേട്ടോ. ഇതൊരു പച്ച മസാലയാണ്. ഇത് എന്തൊക്കെ ഇട്ടത് ഇതിനകത്ത്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില. ഇതിന് പഠിച്ചു വെച്ചിരുന്ന എല്ലാം കൂടെ. ഓക്കെ, ഈ മിക്സ് എടുത്ത് നമുക്ക് ചിക്കനിലോട്ട് ഇടാം. കുറച്ച് നാരങ്ങ അങ്ങോട്ട് പീച്ചൊഴിക്കാം. കുരുവൊക്കെ അതിനകത്ത് പോയിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, തിന്നുമ്പോ പറക്കിങ് എടുത്താൽ മതിയേ. ഉപ്പിട്ടായിരുന്നോ? ഉപ്പിട്ടില്ല. അരിയങ്ങ് കളയാൻ. ഉപ്പ്, സോഡ, മഞ്ഞപ്പൊടി. ഇനി എന്തിനാ? മസാലപ്പൊടി മതിയമ്മ? നമ്മള് മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കുരുമുളക്. വെളിച്ചെണ്ണ ഒഴിക്കണോ ഇനി? കുറച്ച് വെളിച്ചെണ്ണ മതി. മസാല ഉള്ളതല്ലേ? ചിക്കനോട് ഇട്ട് ഇളക്കി കുറച്ചു നേരം വെച്ചിട്ട് നമുക്ക് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് എടുത്ത് ചുടുവാട്ടോ. ഇത് ചുടാനാ വെറൈറ്റി സാധനം. ഞാൻ അറിഞ്ഞില്ലത്. അറിഞ്ഞില്ലായിരുന്നില്ലേ? ചിക്കൻ ഇടട്ടോ. കുറച്ചുകൂടെ പച്ചപ്പ് വേണോ? അടിയിലോട്ട് ഇളക്കി. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ ഇട്ട് ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ചുടാം. ഇത്രയും കൂടെ കൊള്ളുവോ? സെറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു കേട്ടോ ഈ സാധനം. ഞാൻ വരട്ടി മസാല. ഇത് സൂപ്പറാണെങ്കിൽ ക്രെഡിറ്റ് ഫുള്ള് എനിക്ക്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫയറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. വെക്കോ. ഓഹോ, ഇത് കരിയത്തൊന്നും ഇല്ലായിരിക്കുമല്ലേ? ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് ഒരു സീനും ഇല്ല. അങ്ങനെ ഇരുന്നോളൂ. ഇത് എൻ്റെ ഐഡിയ ആണേ. തന്നെ അതെ. ഫയർ ചിക്കൻ. ഫയർ ചിക്കൻ. ഡാൻസ് കളിക്കണോ? പാട്ട് പാടാം.
ഏത് പാട്ട് വേണോ നമുക്ക് പറ ഞാൻ പാടിത്തരാം. വിച്ച് സോങ് യു വാണ്ട്? ഇംഗ്ലീഷ് സോങ്? ഇവിടെ മലയാളം മനസ്സിലാവൂല, നിന്നെ ഇംഗ്ലീഷ്. എന്ത് തുങ്കതി മോനാണ് എന്തൊക്കെയാണ് എന്തിത് തീയാണ്. എന്തോ ആയി? റെഡിയായോ? നമ്മള് കൊറേ നേരമായിട്ടോ വെച്ചിട്ട്. കൊറേ നേരം എടുത്തില്ലേ? കരിഞ്ഞോ? ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ? ഓ, പച്ച കമ്പോച്ച എടുക്കുന്നത് അച്ഛൻ കണ്ടോ? എല്ലാം പച്ചയാ. ഈ കമ്പ് മാറ്റി എന്റെ കൈ ചൂടുണ്ടോ അച്ഛാ? എന്തായെന്നറിയാന് ഇല ചെറുതായിട്ട് കരിഞ്ഞ കേട്ടോ. ശകം കരിഞ്ഞ കാണത്തില്ല. നമ്മള് 2-3 ഇല പൊതിഞ്ഞായിരുന്നു. നല്ല മണമുണ്ട് കേട്ടോ. ഓ, സെറ്റായിട്ടിരിക്കുക. അടിപൊളി. ഓ, സൂപ്പറായിട്ട് എന്തെന്ന് തോന്നായിട്ട് കണ്ടിട്ട്. പച്ച ചിക്കൻ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടോ തോന്നാട്ടോ. കഴിച്ചാലോ നമുക്ക്? കഴിക്കാം. നല്ല മണം. അത് ചിക്കൻ ചിക്കൻ. ഓഹോ, പൊതി ഇറക്കി ഇരിക്കുക. മസാലയുടെ മണം അടിപൊളി. കഴിക്കാം കഴിച്ചു. ഇനി കഴിക്കാം. വെയിറ്റിംഗ് ഇല്ല കേട്ടോ. നല്ല ചൂട് കേട്ടോ. നല്ല വെന്ത്. അടിപൊളി. സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ മസാല ഉപ്പൊക്കെ നല്ലതായിട്ട് പിടിച്ചു. ഞങ്ങൾ ഒത്തിരി നേരം വെച്ചായിരുന്നു. നല്ല വിശപ്പായോ. 6:45 കൊണ്ട് വെച്ചതാ. സമയം 9 മണി കൊണ്ട് വരുന്നുണ്ട്. ഒത്തിരി നേരം വെച്ച് കുക്ക് ചെയ്തു. ഞാൻ പച്ച ലൈസ് തിന്നായി. ഇത് മൊത്തം പച്ച കളർ ഉണ്ടായിരുന്നു തിന്നത്. എന്തൊക്കെ കഴിച്ചത് പച്ച 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 പച്ച. ഇവിടെ കുടിച്ചിട്ട് നമുക്ക് ഈ ചലഞ്ചോടെ വൈൻഡപ്പ് ചെയ്യാം സുഹൃത്തുക്കളെ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മൾ പച്ച കളർ കാപ്പി, ഉച്ചയ്ക്ക് പച്ച കളർ ചോറ്, വൈകിട്ട് പച്ച കളർ ചിക്കൻ എല്ലാം നമ്മൾ കഴിച്ച് ഈ ഒരു ചലഞ്ച് വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ ചുമന്ന കളറ്, മജന്ത കളറ് ഇനി ഇപ്പോഴൊന്നും വേണ്ട കളർ. ഇപ്പോഴിനിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വെറൈറ്റി സാധനമായിട്ട് വരാം സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.